കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രാർത്ഥിക്കുന്നതിൽ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പലരും എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി എന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ചില സമയങ്ങളുണ്ട്. ദൈവം നമ്മുടെ നിലവിളി ശ്രദ്ധിക്കുവാൻ ചില പ്രത്യേക സമയങ്ങൾ വളരെ അനുയോജ്യമാണ്. ഏതാണ് ആ പ്രത്യേക സമയങ്ങളെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. പ്രധാനമായും 3-ാം യാമവും 4-ാം യാമവും പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല സമയമാണ്. ദൈവിക അരുളപ്പാടുകൾ മനുഷ്യന് ലഭിക്കുന്ന യാമങ്ങളാണ് 3-ാം യാമവും 4-ാം യാമവും. 3-ാം യാമം രാത്രി 12 മണി മുതൽ വെളുപ്പിന് 3 മണി വരെയുള്ള സമയമാണ്. 4-ാം യാമം വെളുപ്പിന് 3 മണി മുതൽ വെളുപ്പിന് 6 മണി വരെയുള്ള സമയമാണ്. 3-ാം യാമം എന്നത് പിശാചിൻ്റെ യാമം എന്ന് അറിയപ്പെടുന്നു. കാരണം പൈശാചിക ശക്തികൾ ശക്തി ആർജിക്കുന്ന സമയമാണ് ഈ സമയം. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു ആത്മീയ യുദ്ധമാണ്. 4-ാം യാമത്തിലെ പ്രാർത്ഥന, അതായത് വെളുപ്പിന് 3 മണി മുതൽ വെളുപ്പിന് 6 മണി വരെയുള്ള സമയം, ഇതിനെ ദൈവത്തിൻ്റെ യാമമെന്ന് അറിയപ്പെടുന്നു. ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വേഗത്തിൽ എത്തിച്ചേരും. 4-ാം യാമം ദൈവദൂതന്മാർ ഭൂമിയിൽ ഇറങ്ങി വരുന്ന സമയവും ദൈവദൂതന്മാർ പൈശാചിക ശക്തികളുമായി യുദ്ധം നടത്തുന്ന സമയവും കൂടിയാണ്. 4-ാം യാമത്തിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ശ്രദ്ധ വച്ചിരിക്കും. കാരണം ലോകത്ത് ഭൂരിഭാഗം ജനങ്ങളും ഉറങ്ങുന്ന സമയമാണിത്. ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മറ്റൊരിടത്തു നിന്ന് ദൈവസ്തുതി ഉയരുന്നുണ്ടാകില്ല. ചുറ്റുപാടുകൾ മുഴുവനും നിശബ്ദമായിരിക്കുന്ന സമയമാണിത്. 4-ാം യാമത്തിലെ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ ശക്തിയുണ്ട്. ഒരു പ്രത്യേക ആത്മീയ അനുഭവം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ ആവശ്യത്തെ 4-ാം യാമത്തിലെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നോക്കൂ. വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത് ദിവസവും 3 നേരമാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. കൂടാതെ കിഴക്ക് ജെറുസലേമിന് നേരെ കിളിവാതിലുകൾ തുറന്നു വച്ചാണ് യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നത്. ദാനിയേൽ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വചനത്തിൽ പറയുന്നു. 3 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. 3 മണി സമയം അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. നിങ്ങളുടെ എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത ആവശ്യങ്ങൾ 4-ാം യാമത്തിൽ, അതായത് വെളുപ്പിന് 3 മണി മുതൽ വെളുപ്പിന് 6 മണി വരെയുള്ള സമയത്തിൽ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. 4-ാം യാമത്തെ മോസ്റ്റ് പവർഫുൾ ടൈം എന്ന് പറയപ്പെടുന്നു. 4-ാം യാമത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആത്മാക്കളുടെ എണ്ണം വളരെ കുറവാണ്. പല മനുഷ്യരും ഈ സമയങ്ങളിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയമാണ്. സാത്താൻ സേവ ആരാധനകൾ നടക്കുന്ന സമയം കൂടിയാണിത്. പൈശാചികമായ ആരാധനകൾ, മന്ത്രവാദം, ആഭിചാരങ്ങൾ എന്നിവ കൂടുതൽ നടക്കുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ ദൈവം പല രീതിയിൽ നമ്മെ വിളിച്ചുണർത്താറുണ്ട്. 3 മണി സമയം ദൈവകരുണയിൽ ആശ്രയിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവിക അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരുവാനും അഭിവൃദ്ധി പ്രാപിച്ചെടുക്കുവാനുമുള്ള അനുയോജ്യമായ സമയമാണ് 3 മണി സമയം. വെളുപ്പിനെ 3 മണി സമയം ഉണരുന്നുണ്ടെങ്കിൽ ദൈവം എന്തോ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാവാം. 3 മണി സമയം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോജിച്ച അത്ഭുതകരമായ സമയമാണ്. 3 മണിക്ക് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് തന്നെ ഉണർന്നാൽ ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മോട് എന്തോ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. രണ്ടാമതായി എന്തോ രഹസ്യം ദൈവം അവിടെ നമ്മോട് കൈമാറുകയാണ്. മൂന്നാമതായി ദേശത്തിനു വേണ്ടി, ദേശത്തിലെ ഏതോ ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദൈവിക ആഹ്വാനമാണ്. 3 മണിക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾക്കാണ് ദൈവം ഈ രഹസ്യങ്ങൾ കൈമാറുന്നത്. 4-ാം യാമത്തിൽ നിങ്ങൾക്ക് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ടാൽ അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആദ്യമായി നമുക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് മഹത്വം കൊടുപ്പാനും ഹല്ലേലൂയ സ്തോത്രം അർപ്പിക്കേണ്ട സമയം കൂടിയാണിത്. അത് നാം ഇടവിടാതെ ചെയ്യേണ്ടതുമാണ്. ക്രിസ്തു നമ്മോട് പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും.
ദൈവത്തെ നാം മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.